എന്താ നീ പെട്ടെന്ന് വന്നത്? വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഒരു കല്യാണമൊക്കെ നടന്നതല്ലേ, കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? കല്യാണം ഉടനെ നടത്തുമല്ലേ? അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ലേ. ബലരാമൻ അങ്കിൾ എന്തു പറഞ്ഞു? ബലരാമന്റെ അഭിപ്രായം അത് തന്നെയാ. അത് നന്ദനോടും മീരയോടും പറഞ്ഞിട്ടാ പോയത്. നന്ദൻ എതിർത്തൊന്നും പറഞ്ഞില്ലേ? ഇനി എതിർക്കുന്ന എങ്ങനെയാ? കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയില്ലേ. ഞാൻ ജോത്സ്യനെ ഒന്ന് കാണാൻ പോവാ, മുഹൂർത്തം കുറിക്കണം. എന്താ ഹോസ്പിറ്റലിലെ വിശേഷം? അച്ഛനുടനെ എഴുന്നേറ്റ് നടക്കുന്ന ഡോക്ടർ പറയുന്നത്. നമ്മൾ ഡോക്ടർ രാമനുണ്ണിയുടെ അടുത്തെത്തിയത് വലിയ ഭാഗ്യമായല്ലേ. പക്ഷേ ഡോക്ടർ പറയുന്ന അങ്ങനെയല്ല. ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ സംഭവിച്ച എല്ലാ പേഷ്യൻസിനും ചെയ്യുന്നതേ അവിടെയും ചെയ്യുന്നുള്ളൂ അത്രേ. ദേവികയെ പോലുള്ള ഒരാളെ അടുത്ത് കിട്ടിയതാ ഇത്ര പെട്ടെന്ന് സക്സസ് ആവാൻ കാരണമെന്നാ പറയുന്നത്. അത് 100% സത്യോ. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാ അവൾ അച്ഛനു വേണ്ടി എല്ലാം ചെയ്യുന്നത്. മതിയടി, എന്തു പറഞ്ഞു വന്നാലും അവളെ പുകഴ്ത്തുന്നതിലേക്കാണല്ലോ എത്തുന്നത്. അടുത്ത് നിന്ന് പരിചരിച്ച രോഗം ഭേദമാക്കാൻ അവളാരാ? ധന്വന്തരി മൂർത്തിയുടെ അവതാരോ? നീയൊക്കെ കൂടെ പറഞ്ഞു പറഞ്ഞ് അവളെ ഒരു ആൾദൈവമാക്കി മാറ്റാനുള്ള പരിപാടിയാണോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം അതാ. നമ്മുടെ അച്ഛൻ പഴയപടി ആയ അതിൽ ദേവികയുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അത് വലിയ നന്ദികേടായി പോവും. മതി, കാശ് കൊടുത്താൽ ഇവളേക്കാൾ നല്ലതുപോലെ പേഷ്യന്റിനെ നോക്കുന്ന ഒരുപാട് പേരെ കിട്ടും. മുരളിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് വന്ന് ഇവിടെ പരിചയം സ്ഥാപിച്ചതുകൊണ്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സിദ്ധുവിന്റെ തിരിച്ചുവരവിൽ ദേവികയുടെ മാന്ത്രിക സ്പർശമൊന്നും ചാർത്തി കൊടുക്കണ്ട. എന്നോട് പറഞ്ഞത് പറഞ്ഞു, വേറെ ആരോടും നീ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? നന്ദൻ ഇവിടെ ഉണ്ടോ? മുകളിലുണ്ട്. ആ അമ്മേ, അച്ഛന്റെ കാര്യം അറിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് വന്നില്ലല്ലോ. ഡോക്ടർ ചോദിച്ചു. ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ബലരാമൻ വന്നത്. അതങ്ങനെ അങ്ങ് മുടങ്ങി. നാളെ പോകുന്നുണ്ട്. ആ എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ആ പിന്നെ അവന്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ് അവന്റെ മനസ്സ് കലക്കരുത്, മനസ്സിലായല്ലോ? ഞാനൊന്നും പറയുന്നില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. കൺട്രോളറാ വിളിക്കുന്നേ. ഹലോ, എവിടെയാ PM? ഞാൻ അത്യാവശ്യമായിട്ടൊരു കല്യാണത്തിൽ പെട്ടുപോയി. എന്റെ ഫ്ലൈറ്റ് മിസ്സാകില്ലേ? എന്ത് ചെയ്യും? ഇറങ്ങി വരട്ടെ? വെയിറ്റ്, ഞാനൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ എത്തും. ആ ഓക്കെ, ശരി. ആ കൺട്രോളർ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഏയ് മീര, എന്താ മീര ഇത്? എന്ത്? മീര, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ ഇവിടെ കയറി ഇങ്ങനെ സത്യാഗ്രഹം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരല്പം സമയം താ. പ്രകാശ് വേണ്ട, നിനക്ക് ഞാൻ ആവശ്യത്തിന് സമയം തന്നു, ഇനി വേണ്ട. ഞാൻ ചന്ദ്രു തന്ന ടെൻഷൻ അടിക്കും. നിന്നെ വിളിച്ച് ഫോൺ എടുക്കില്ല. അങ്ങനെ ദിവസങ്ങൾ പോവും. അവരെന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്നിപ്പോ നീ പറഞ്ഞൊന്നും നടക്കില്ല. വേണ്ട, നാളെ മതി. എനിക്ക് ഒരു ധൃതിയില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. പിന്നെ നിന്നെ കാണാതാവുമ്പോ അവർ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. നിന്റെ അച്ഛന്റെ സ്വാധീനം അറിയാലോ.
പോലീസിൽ ബന്ധപ്പെട്ട നിമിഷങ്ങൾ കൊണ്ട് അവരിവിടെ എത്തും. പിന്നെ അത് വലിയ കുഴപ്പത്തിലാവും. കുഴപ്പമാവട്ടെ. ആ, നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ ഒരു വീഡിയോ പുറത്തിറങ്ങിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇനി ഒരെണ്ണം കൂടെ വേണോ? അതും എന്നെ കൂടെ ചേർത്ത്. ആ, അവസാനം ഇത് നിനക്ക് സ്ഥിരം പരിപാടിയാണെന്ന് എല്ലാവരും പറയും. അതിന്റെ ആവശ്യമുണ്ടോ? പ്രകാശ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ആ, ആ, അവിടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. ആരാ അത്? ഏത്? അതെന്റെ ഫോണാ ഇറങ്ങിയത്. ഇതല്ലേ നിന്റെ ഫോണ്? മീര, അത് എന്റെ വേറെ ഫോണാ. നീ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. അത് പെട്ടെന്ന് കട്ടായല്ലോ. അത് വിളിച്ചവര് കട്ടാക്കി കാണും. ഏയ്, മീര, ഏയ്. മീര, നീ എന്താ ഈ നോക്കുന്നേ? ഇവിടെ എങ്ങും ആരുമില്ല. മീര, വരാൻ. വന്നേ, വാ. ഈ ഫോണോ? കണ്ടോ, ഈ ഫോൺ റിങ് ചെയ്തത്. ഇത് എന്റെ ഫോണാ മീര. ആ, നീ ബാത്റൂമിൽ കൂടെ കയറി നോക്ക്. ഞാനിവിടെ ആളെ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ, നോക്ക്. നോക്കാൻ. എന്താ നോക്കുന്നില്ലേ? ആ, അത്രയ്ക്ക് മീരയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്താ അവസ്ഥ? നീ എന്നെ മൂക്കയറിട്ട് നിർത്തുവോ? സോറി, എനിക്കെന്തോ ഡൗട്ട് അടിച്ചു. ഞാൻ ആകെ വട്ടുപിടിച്ച് നടക്കാ പ്രകാശ്. എന്തൊക്കെയാ തോന്നുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത. മീര, അമ്പലത്തിൽ പോയി താലി കെട്ടുന്നൊന്നും സേഫ് അല്ല. എന്നെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ആ വാർത്ത വേഗം ഫ്ലാഷ് ആവില്ലേ? പിന്നെ എന്താ നമ്മൾ ചെയ്യാ? മീര, രജിസ്റ്റർ മാരേജ് തന്നെ നല്ലത്. ദൂരെ എവിടെയെങ്കിലും പോയി ഏർപ്പാടാക്കാന്ന് വിചാരിച്ചത്. രഹസ്യമായിട്ട് തന്നെ വേണോ അത്? മീര, നീ ഇപ്പൊ തിരിച്ചു പോ. നമുക്ക് നാളെ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ എന്നെ പറഞ്ഞു പറ്റിക്കാണോടാ? ഇല്ല, ഗോഡ് പ്രോമിസ്. നാളെ നമ്മൾ തീരുമാനമാക്കിയിരിക്കും. ആ കൺട്രോളർ ഇപ്പൊ വരും. ശരി, അയാൾ വന്ന് നീ പൊക്കോ. ഞാനിപ്പോ ചന്ദ്രത്തേക്കില്ല, ഇവിടെ റെസ്റ്റ് ചെയ്തോളാം. മീര, നീ പൊയ്ക്കോ. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നെ ചന്ദ്രത്താക്കിയാ മതി. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പുറത്തു പോവാം. റെസ്റ്റോറന്റിൽ പോയി ഒരു കോഫി കുടിക്കാം. അപ്പോ ഷൂട്ടോ? അത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവിടുന്ന് ലൊക്കേഷനിലേക്ക് നേരിട്ട് പോവാം. മീര, നിന്റെ മൂടൊന്ന് നേരെ ആവട്ടെ. വാ, വരാൻ.